നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഇപ്പം ഞാനിങ്ങനെ ഇപ്പം ലൈവല്ല, സ്ക്രീൻ റെക്കോർഡിങ്ങിൽ വരാൻ കാരണം ഞാനിപ്പം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏകദേശം 6 മണിയായിട്ടുണ്ട്. നമ്മുടെ ഏഷ്യയിൽ, സൗത്ത് ഇന്ത്യയിൽ, സൗത്ത് കേരളയിൽ ട്രിവാൻഡ്രം, അതായത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പരിധിക്കുള്ളിൽ തന്നെ തിരുമല ജംഗ്ഷൻ്റെ അടുത്ത് ഒരു റേഡിയോ പാർക്കുണ്ട്. ഞാനിരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് കുറച്ച് ആളുകൾ ക്രൈസ്റ്റ് ജീസസിനെ നിഷേധിക്കുന്നതായിട്ടുള്ള ചില റോങ് തിയോളജി പറയാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവരെ ഫേസൊക്കെ ഞാൻ എക്സ്പോസ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം, ഞാൻ ഒരു ഇസ്ലാമിക് വിമർശകനായതുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇസ്ലാമിക് ക്രിറ്റിക്സ് സ്വന്തമായിട്ട് ചാനൽ ഉള്ളതുകൊണ്ടും പിന്നെ മിമിക്രിയും പാട്ടുമൊക്കെ ക്രൈസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ ഞാൻ ഒത്തിരി ട്രോൾ ചെയ്തിട്ടുണ്ട്. VD സതീശന് റിപ്ലൈ 1, റിപ്ലൈ 2, റിപ്ലൈ 3, റിപ്ലൈ 4, റിപ്ലൈ 5, റിപ്ലൈ 6, റിപ്ലൈ 7, റിപ്ലൈ 8 വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രേണു സുധിക്കന് മെസ്സേജ് 1, മെസ്സേജ് 2, എക്സെട്ര അപ് ടു 8.2 വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു സീരീസ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ നിൽക്കുന്നവർക്ക് ചില മറുപടി കൊടുക്കാൻ അവരെ ഞാൻ ആദ്യം എക്സ്പോസ് ചെയ്ത് തരാം. ക്യാമറ ഓണാക്കട്ടെ. ഇതാ കണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലുങ്കി ഉടുത്തയ്ക്കുന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം ദൈവനിഷേധമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നവരെ തെറ്റിക്കാൻ വേണ്ടി പുള്ളി പല റോങ് ഡോക്ട്രിൻസും പറയുന്നു. കാരണം ജീസസ് ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ജഡപ്രകാരം ക്രിസ്തു അവരിൽ നല്ല ഉൾപ്പിച്ചത്. ക്രൈസ്റ്റ് ഈസ് ഓവറാൾ എറ്റേണലി ബ്ലെസ്ഡ് ഗോഡ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ജഡപ്രകാരം ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്കും മറിയയുടെ ഗർഭത്തെക്കുറിച്ച് കുറ്റം പറയുന്ന ചില ആളുകളാണ്. അതായത് റോങ് തിയോളജി, ഇസ്ലാമിക് തിയോളജി പറയുന്ന ആളുകളാണ്. ആ വ്യക്തിനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു ഇസ്ലാമിക് ഫാൾസ് ഡോക്ടറിനാണെന്നറിയാം. ഇതിൻ്റെ ഖണ്ഡനം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതുകൊണ്ട് പ്രേക്ഷകർ നോക്കി വെച്ചോളൂ. ഇതാണ് ആ പാവപ്പെട്ട ജോണിയങ്ങൾ, അതായത് ഒരു ബൈപ്പാസ് ഓപ്പൺ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കൊട പിടിച്ചിരിക്കുന്ന മനുഷ്യൻ അധികം കയറ്റമൊന്നും കയറാതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള റോങ് ഡോക്ടറിൻസ് പറഞ്ഞിരിക്കുന്ന ചില മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയാണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് നോക്കാം. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും മത്തായി സുവിശേഷം, ഇനി ഉത്തരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരു മിനിറ്റ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ ബുധൻ യു ഹാൻ കാണ്ടറിനെ പറ്റി മാത്യു 1, വർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നോട്ട് നമുക്ക് വായിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വായിച്ച് നമ്മൾ താഴോട്ട് എത്തുമ്പോഴത്തേക്കും ബാക്കി എല്ലാ ആളുകളെയും ജനിപ്പിച്ചതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ അത് ജനിപ്പിച്ചതായിട്ടല്ല, ക്രൈസ്റ്റ് ജീസസ് ജനിച്ചതായിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല, ക്രൈസ്റ്റ് ഈസ് ഓവറാൾ എറ്റേണലി ബ്ലെസ്ഡ് ഗോഡ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5-ൽ പറയുന്നുണ്ട്. ഇനി മറ്റൊരു ആംഗിളിൽ നിന്ന് ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ആ മനുഷ്യൻ എത്രമാത്രം വശീകരണമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെ നടക്കുന്നതെന്ന് മറ്റൊരു ആംഗിളിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഫോർ ബദൻ യുഹാൻ കാണ്ടറിനെ പറ്റി. അപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇവർ എത്രമാത്രം ചതിയാണ് ഈ ചെയ്യുന്നത് ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം, എക്സ്പോസ് ചെയ്ത് തരാം, മറ്റൊരു ആംഗിളിൽ എടുത്തു തരാം. ഫോർ ബദൻ യുഹാൻ കാണ്ടറിനെ പറ്റി. ഇത് അങ്ങോട്ട് നോക്കിക്കോളൂ. ഫോർ ബദൻ യുഹാൻ കാണ്ടർ ലിബർട്ടി. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ആ മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ജീസസ് ക്രൈസ്റ്റിന് വിരോധമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, പ്രസ്താവിക്കാറുണ്ട്. ജീസസ് ക്രൈസ്റ്റിന് വിരോധമായിട്ടുള്ള പല കാര്യങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. മാത്രമല്ല, ജീസസ് ക്രൈസ്റ്റിൻ്റെ മദർ, അതായത് ജഡപ്രകാരം ക്രിസ്തു അവരിൽ നല്ല ഉത്ഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ മദർ, അതായത് മേരിയെക്കുറിച്ചൊക്കെ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് മേരിയുടെ ഫോർ ബദൻ ക്രൈസ്റ്റ് ഈസ് ഓവറാൾ പുള്ളിംഗ് ഡോൺ ഹോൾസ് എ കാസ്റ്റ് ഓൺ ഇമേജിനേഷൻസ് നാവിൻ്റെ അടിമത്തിൽ കൂടിയും പോരുത്. ഫോർ ബദൻ യുഹാൻ കാമൽപട്ടി ആസ് ഫ്രീ ബി സി ഡു നോട്ട് സി അറ്റ് ആൾ വിയർ ക്രൈസ്റ്റ് ഈസ് ഓവറാൾ എറ്റേണലി ബ്ലെസ്ഡ് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. അപ്പം മറിയയുടെ ഗർഭത്തെക്കുറിച്ചൊക്കെ അവർ ആവശ്യമില്ലാതെ സംസാരിക്കുകയാണ്. ഞാൻ ഫേസ്ബുക്കും യൂട്യൂബിലും എനിക്ക് സ്വന്തമായിട്ട് ചാനലുണ്ട്. ആ പറയുന്ന ആളുകളെ എക്സ്പോസ് ചെയ്ത് തരാം.
ഇസ്ലാമിക ആശയം അടിച്ചേൽപ്പിക്കുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ ഒരു ആൻറ്റി ഇസ്ലാമിക് വ്യക്തിയാണ്, അതുപോലെ തന്നെ ഇസ്ലാം വിമർശകനാണ്, സനാതന ധർമ്മത്തെ വിമർശിക്കുന്ന ആളാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്വന്തമായിട്ട് ചാനലുള്ളതുകൊണ്ടും പിന്നെ മിമിക്രിയും പാട്ടൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു സബ്ജക്റ്റ് ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേതാ തേടിയ വള്ളി കാല് ചുറ്റി എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ കാണുന്ന വ്യക്തികളാണ് തിരുമല ജംഗ്ഷൻ. ഞാനിപ്പോൾ നിൽക്കുന്ന ഏഷ്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ, സൗത്ത് കേരളയിൽ, ട്രിവാൻഡ്രത്ത് തിരുമല ലയൺസ് പാർക്കിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആ തൊപ്പി വെച്ച മനുഷ്യൻ, അദ്ദേഹം താമസിക്കുന്ന മൈത്രി എന്നാറുള്ള വലിയുള്ള മനുഷ്യൻ. അദ്ദേഹം ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് പതുക്കെ കയറ്റം കയറി വരികയാണ്. ഒരു തൊപ്പി വെച്ച് കയ്യിലൊരു കുട പിടിച്ചിട്ടുണ്ട്, പണ്ട് ജഗദീശ്വരമാർ ശ്രീനിവാസനൊക്കെ പറയും പോലെ. മാത്രമല്ല തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ എന്തോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ആ താടി വെച്ച് കുറ്റിത്താടിയുള്ള മനുഷ്യൻ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ദുരുപദേശത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ, പ്രേക്ഷകർ ശരിക്കൊന്ന് കണ്ടോളൂ. അപ്പോൾ ആ ദുരുപദേശത്തെ നമുക്കൊന്ന് എക്സ്പോസ് ചെയ്യാം. ഇനി ബാക്കി ഞാൻ തെളിവ് സഹിതം അവിടെ പറയാം. യുവർ ഓണർ, ബാക്കി പറയാം. ഫോർബിഡൻ യു കാണ്ടറില്ലേ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ആളുകളെ മനസ്സിലായല്ലോ, എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇവരെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആളുകളെ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ആർഗ്യുമെൻറ്റ് ഭാഗം, അടുത്ത എൻ്റെ തിയറി വാദിക്കാനും അല്ലെങ്കിൽ തിയോളജി ഭാഗം വാദിക്കാൻ അപ്പുറത്തോട്ട് പോകാം. ആളുകളെ എന്തായാലും മനസ്സിലായല്ലോ. ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ട് അതൊക്കെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ആൾറെഡി പ്രിപ്പയർഡാണ്. ബാക്കി അത് വാദിക്കാം. നമ്മൾ യുവർ ഓണറിനെ പറഞ്ഞ് വാദിക്കും. ഫോർബിഡൻ യു കാണ്ടർ ലിബർട്ടി. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദ ബുക്ക് ഓഫ് ജനറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ ബുക്ക് ഓഫ് ജനറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഡേവിഡ്, ദ സൺ ഓഫ് അബ്രഹാം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ വംശാവലി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരന് ഉള്ള ക്രിമികടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജഡപ്രകാരമുള്ള മദറായ മറിയെ പുച്ഛിക്കുക എന്നുള്ളതാണ് ആ പുള്ളിയുടെ ക്രിമികടി. അതുകൊണ്ട് അങ്ങോട്ട് വെച്ചാൽ മതി, അത് ഇങ്ങോട്ട് വേണ്ട. ഇവിടെ ഇസ്ലാമിനെക്കുറിച്ചും സനാതന ധർമ്മത്തെയും പഠിച്ച് വിമർശിച്ച് സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചാനലുള്ളവരോടൊന്നും ഈ കളി വേണ്ട. എൻ്റെ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിത് തീർച്ചയായിട്ടും തൂലിക പടവാളിനേക്കാളും വലുതെന്നാണ് മഹാകവി അക്കിത്തം പറഞ്ഞത്. ഞാൻ അത് എക്സ്പോസ് ചെയ്യും. എന്ന് മാത്രമല്ല, പിന്നെ മിലിറ്ററിക്കാരൊക്കെ സാധാരണ എന്താണ് ചെയ്യുന്നത്, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ യുദ്ധത്തിന് വയ്ക്കട വെടിയെന്നല്ലേ പറയും. അല്ലാതെ ഞാൻ ഇത്ര സമയത്ത് വീട്ടിൽ വരുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും വേണ്ട. ഹിന്ദു പുരാണത്തിൽ തന്നെ ഒരു കഥയെ, ഹിന്ദു പുരാണത്തിൽ തന്നെ ബാലി ദുന്ദുബിയോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഒരു ക്രിറ്റിസൈസറാണ്. എന്നിട്ട് പോലും സുഗ്രീവൻ്റെ അടുത്ത് പറയണം, ഞാൻ ഒരു അസുരൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോകണം, എന്തായാലും ജയം കണ്ടിട്ടേ ഞാൻ വരത്തുള്ളൂ. അത് എത്ര കാലമാണെന്ന് അറിയത്തില്ല, എന്തായിരുന്നാലും നമ്മൾ ജയത്തോടെ കാണും. അപ്പോൾ അതുപോലെ ഇവിടെ 1-2 പേരെ ഞാൻ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷകർ ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് സൂക്ഷിക്കുക. ഇവർ പതിയെ നൈസായിട്ട് കൂടെ നിന്ന് സംസാരിച്ച് ചായയും മടയും ഒക്കെ കഴിച്ചിട്ട് പതുക്കെ ജീസസ് ക്രൈസ്റ്റിൻ്റെ മദറിനെയും ജീസസ് ക്രൈസ്റ്റിൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. ഇനി യുവർ ഓണർ, ഞാൻ എൻ്റെ തെളിവിലേക്ക് കിടക്കുകയാണ്. ഞാനും കോടതിയിൽ, വഞ്ചൂർ കോടതിയിൽ LLB കഴിഞ്ഞിട്ട് കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് ചുമ്മാന്നല്ല, കേസ് റെപ്രസെൻ്റ് ചെയ്യാനും പോയിട്ടുണ്ടല്ലോ. പിന്നെ അതോടുകൂടി തന്നെ ഫിസിക്സും കണക്കൊക്കെ അനായാസം കൈകാര്യം ചെയ്യാനും കൃപ തന്നിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റാണ്, പാട്ട് പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കഴിവ് എൻ്റെ വീട്ടിൽ വലിയവളെ കണ്ട് ഒരു പെട്ടിക്കകത്ത് അടക്കി വെച്ച് ഒതുക്കിയിരിക്കാനല്ല. ഇങ്ങനെയുള്ള തിന്മകൾ കണ്ടാൽ ഒരു റെയിൽവേ പോലീസ് തൻ്റെ അപ്പനേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളിനെ ഇറങ്ങിപ്പോടാ പുറത്തെന്ന് പറയുമ്പോൾ എടാ പോടാന്ന് വിളിക്കുന്ന അതിനെപ്പോലും അതൊക്കെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്നെ വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഇനിയും തീർച്ചയായിട്ടും അപ്രകാരം തന്നെ ചെയ്യും. അനീതി എവിടെ കണ്ടാലും എതിർക്കും. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് 300 അല്ല 500 വർഷം കഴിഞ്ഞാൽ ഈ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ തന്നെ എന്ത് ചെയ്യും കിടക്കും. അന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും പണ്ട് അപ്പൂപ്പൻ ചെയ്തു വെച്ചത്. പിന്നെ ഇടതുവശത്ത് കുറേ അപ്പൂപ്പന്മാരിങ്ങനെ ആവശ്യമില്ലാത്ത സംസാരിക്കേണ്ടത് ഈ അപ്പൂപ്പനാണ് അത് റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് തെളിവിന് നമുക്ക് ഒരു ലൈബ്രറിയിലും പോയി തരേണ്ട കാര്യമില്ല. ബുക്കും റെഫറൻസും എല്ലാം ഈ വീഡിയോ നോക്കിയെടുക്കാമെന്ന് പറയാം. ഇനി നോക്കാം ആ വ്യക്തിയുടെ വാദങ്ങളെ ഓരോന്നായിട്ട് നമുക്ക് പൊളിക്കാം. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, ദ ബുക്ക് ഓഫ് ജനറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒന്നാമത്തെ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനറേഷൻ, ദ ബുക്ക് ഓഫ് ജനറേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ഡേവിഡ്, ദ സൺ ഓഫ് അബ്രഹാം. ഇത് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൂടെ ചേർന്നുള്ള ബൈബിളാണ്. അബ്രഹാമിൻ്റെ പുത്രനാണ്. ഈ ഇസ്ലാമികൾക്കുള്ളത് ബാക്കിയെന്ന് വരുന്നുണ്ട്, അത് ഖുറാനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിമർശനമുണ്ട്. നമ്മൾ പിന്നെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പണി. മനസ്സിലായില്ലേ? ഈ വിമർശനം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് നമ്മളതിൽ വെൽ പ്രിപ്പയർഡാണ്. വേറെ പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല. ആൾറെഡി ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലുണ്ട്, അത് ജസ്റ്റ് അങ്ങെടുത്ത് വായിച്ചാൽ മാത്രം മതി. ഇതാ നോക്കിയോ, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ വംശാവലി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പ്രധാനമന്ത്രി ജൻ ഔഷധിയിൽ വേറൊരാൾക്കൊരു മെഡിസിൻ മേടിക്കാൻ പോകണം. അതുകൊണ്ട് സമയത്തിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് തൽക്കാലം തുടങ്ങി വയ്ക്കാം. നാളെ അവരിങ്ങനെ ദുഷിക്കാൻ വേണ്ടി വരുമല്ലോ. അപ്പോൾ അന്നേരം ആ പറയുന്ന സമയത്ത് പാമ്പിൻ്റെ പത്തി അടിച്ചാൽ പോലും. പാമ്പ് പത്തി വിടർത്തുന്നു, കീരിയും കാട്ടുപൂച്ച ആ പറയുന്ന പത്തി വിടർത്തുന്ന സമയം നഖം നോക്കി ഒരൊറ്റ ചുരണം, അതോടെ അതിൻ്റെ പത്തിയും കിത്തിയെല്ലാം താഴെ കിടക്കും. നോക്കും,
എന്തായാലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനോ തീവ്രവാദ രാഷ്ട്രമാക്കാനോ നമ്മൾ ക്രൈസിസസിൻ്റെ കൃപയാൽ ഇവിടെ ഉള്ളിടത്തോളം കാലം അനുവദിക്കത്തില്ല. ഇവിടെ കുറേ അരിയാഹാരം കഴിക്കുന്നവരുണ്ടടേ. പിന്നെ ഞാൻ ഒരു കാൻഡിഡേറ്റ് അല്ല, ഇവരാരെയും വോട്ടും വേണ്ട. BJPയോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ആം ആദ്മിയോ പാർട്ടിയോ ഒന്നുമല്ല. അതുകൊണ്ട് ഇവരാരെയും മുഖം വേണ്ട. എൻ്റെ വല്യമ്മയുടെ കുഞ്ഞമ്മയുടെ മക്കളല്ല. വെട്ടൊന്ന് കണ്ട 475. പിന്നെ അത്യാവശ്യം ട്യൂഷൻ സെൻറ്ററിലൊക്കെ പഠിപ്പിച്ച് നല്ല സൗണ്ടും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശബ്ദത്തിന് വേറെ മൈക്കും ആവശ്യമില്ല. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ വംശാവലി. ഇബ്രഹാം കി സന്താൻ, ദാവൂദ് കി സന്താൻ, യേശു മസീഹ് കി വംശാവലി. അങ്ങനെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ വായിച്ച് വരുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ അബ്രഹാം ബിഗാട്ട് ഐസക് ആൻഡ് ഇസക് ബിഗാട്ട് ജേക്കബ് ആൻഡ് ജേക്കബ് ബിഗാട്ട് ജൂദാസ് ആൻഡ് ഹിസ് ബ്രദർ അല്ലേ? അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഞാൻ പറയുന്നതിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി പ്രേക്ഷകർ. യാക്കോബ് യഹൂദയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സിഗരറ്റോ ആൽക്കഹോളോ ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഇത് പിന്നെ സുബോധത്തോടെ സന്തോഷത്തോടെ പറയുന്നത്, മനസ്സിലായില്ലേ? ആൽക്കഹോൾ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. इब्राहिम से इसहाक उत्पन्न हुआ, इसहाक से याकूब उत्पन्न हुआ और याकूब से यहूदा और उसके भाई उत्पन्न हुआ. എന്തായാലും താങ്ക്സ് കേട്ടോ, ഒരു സബ്ജക്റ്റ് തുടങ്ങി തന്നെ. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെ അനുവദിക്കത്തില്ല, എന്ത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എവരെ ഇട്ട് ട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുമ്പോൾ ആരെ ഒന്ന് ട്രോൾ ചെയ്യാൻ യോഗ്യതയുള്ളവരെ ട്രോൾ ചെയ്യുള്ളൂ. ചുമ്മാ വഴി കൂടെ പോകുന്ന നാട്ടുകാരെ അല്ല ട്രോൾ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതിന് യോഗ്യ ജീസസ് ക്രൈസ്റ്റിനെ നിഷേധിക്കുന്നവർ, ജീസസ് ക്രൈസ്റ്റ് ദൈവമല്ല എന്ന് പറയുന്നവർ, മറിയയുടെ ഗർഭത്തെ കുറ്റം പറയുന്നവർ, അങ്ങനെയുള്ളവരെ ട്രോൾ ചെയ്യും. അവർ ട്രോളിങ്ങിന് യോഗ്യരാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ലാലു അലക്സിൻ്റെ ഭാഷ പറഞ്ഞു, താനെന്തായി പറയും, ഇങ്ങനെയുള്ളവരൊന്ന് ട്രോൾ ചെയ്യേണ്ട ആവശ്യമാണ്. ആ താടി വെച്ച അപ്പച്ച എന്തെല്ലാം ദൂഷണങ്ങളാണ് പറയുന്നത്. എൻ്റെ പൊന്നപ്പച്ച വായിക്കാത്ത കുറച്ച് ഫെവിക്കോളെങ്കിലും വെച്ച് അടച്ചിരിക്കും. ആവശ്യമില്ലാത്ത പറയാൻ താൻ എങ്ങനെ മുതിരും? അല്ലെങ്കിൽ കുറച്ച് പ്രഷർ കുക്കറിൽ ചൂടാക്കി അങ്ങോട്ട് കഴിക്കും. അമ്മ അറിഞ്ഞ പ്രശ്നമാണ്. താൻ എന്തായാലും ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മയെ പറയാനായിട്ട് അത്രത്തോളം വളർന്നില്ല കുട്ട. താൻ പോയി കുറച്ച് അരിപ്പൊട്ടും ഗോതമ്പൊട്ടും കൂടെ കഴിക്കും, അപ്പോൾ തനിക്ക് ശരിയാവും. ഇനി പ്രേക്ഷകരെ അടുത്ത സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് താൻ ഈ പറയുന്നത്? ആവശ്യമല്ലാതെ കയറി ട്രോൾ ചെയ്യാൻ വരണ്ട. ജീസസ് ക്രൈസ്റ്റിൻ്റെ മതറിനെ കുറ്റം പറയാൻ വരണ്ട. ആ ജോണി അങ്കിൾ വലിയുള്ള ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അയാളെ ജീവിക്കാൻ അനുവദിക്കും. പാവം ജീവിച്ച് പോട്ടെ. താൻ നിർത്തിയില്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ അങ്ങ് ഓരിക്കും, തന്നെ നിർത്തും. അയ്യടോ എന്തൊരു ചിരി. ഇനി നോക്ക്, ഇനി എൻ്റെ സൗണ്ടിൽ പറയാം. യഹൂദ ഇനി നെടുമുടി വേണുവിൻ്റെ സൗണ്ടിലാണിത് പറയുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കും. ഈ കഴിവുകൾ തന്നിക്കുന്ന ചുമ്മാതല്ല കേട്ടോ, ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ. അല്ല തിരുമല ജംഗ്ഷനിൽ മറ്റേ ഡമ്മിയെ പോലെ മൊണ്ണാളെ പോലെ, മൊണ്ണാന്ന് പറയുന്നില്ല, മൊണ്ണത്വം, മനസ്സിലായില്ലേ? അതായത് അറിയാഞ്ഞിട്ടും ഒരു കാര്യം ടാലൻ്റ് അറിയാമെന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒരു കഴിവുണ്ടായിട്ടും പറക്കാതെ ചിറകം മടക്കി ഒതുക്കി ഒരുമാതിരി കീഴ്പ്പെട്ട് ഒരുമാതിരി പിന്നെ ഇരുട്ട് മുറി ഇരിക്കും പോലെ, അങ്ങനെയുള്ള സ്ത്രീകളോടും പുരുഷന്മാരോടും എനിക്ക് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നൂറ്റാണ്ടിൽ സ്ത്രീയെന്നോ ട്രാൻസ്ജെൻഡറെന്നോ പുരുഷനെന്നോ 65 വയസ്സ് കഴിഞ്ഞവരെന്നോ എല്ലാവരുടെ കയ്യിൽ ഓരോ മൊബൈലുണ്ട്. അവനവൻ്റെ കഴിവ് പോലെ നമുക്ക് ചുറ്റും നടക്കുന്ന അനീതി ഇതുപോലെ എക്സ്പോസ് ചെയ്ത് വീഡിയോ കിട്ടി കഴിഞ്ഞാൽ ഒരു 500 അല്ല 700 വർഷമായാലും ആ വീഡിയോ അവിടെ തന്നെ കിടക്കും. നിങ്ങൾ തൃക്കണ്ണാപുരത്തോ പ്ലാവളയിലോ കുട്ടമലയിലോ കട്ടപ്പൂവിലോ ഏത് മലയിലോ വയ്ക്കും, ഏത് പുരത്തോ വയ്ക്കും, അല്ലെങ്കിൽ പെരുവണ്ണാപുരത്തോ വയ്ക്കോ കണിയാപുരത്തോ വയ്ക്കും. പക്ഷേ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എന്തെങ്കിലും നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടാണ് പോകുന്നത്. അല്ലാതെ കഴിക്കുന്നു, ഇടിയപ്പം തിന്നുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഉറങ്ങുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ എന്തൊക്കെ ജോലിക്ക് പോകുന്നു, ഒരു ബാഗ് എടുത്ത് വയ്ക്കുന്നു, അവിടെ ഇരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ? അത് അവനവൻ്റെ കാര്യം അവനവൻ്റെ കുടുംബമായി പോയില്ലേ. നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടാടേ, അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടേ പറയടേ. ആൻഡ് ആരാം ബിഗാട്ട് അമീനാദാബ് ആൻഡ് അമീനാദാബ് ബിഗാട്ട് നാശാൻ ആൻഡ് നാശാൻ ബിഗാട്ട് സൽമോൻ. അങ്ങനെ വന്ന് ബാക്കിയുള്ള ആളുകളെല്ലാം എന്താണ് ഒരാൾ ജനിപ്പിച്ചതായിട്ടാണ് വായിക്കുന്നത്. എന്നാൽ ക്രൈസ്റ്റിൻ്റെ ചരിത്രം വരുമ്പോൾ ക്രൈസ്റ്റ് ജീസസ് എന്ത് ചെയ്തിട്ടില്ല, ക്രൈസ്റ്റ് ജീസസിനാരും ജനിപ്പിച്ചില്ല, അദ്ദേഹം ജനിച്ചു എന്നാണ് വായിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാ വേറൊരു കാഴ്ചയും കൂടെ ഞാൻ കാണിച്ചു തരാം. പ്രേക്ഷകരെ, ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇതാ ഒരു അങ്കിള്, ഒരു തലയിൽ കഷണ്ടിയുള്ള ഒരു അങ്കിള്, ഒരു കറുത്ത മീശയുള്ള അങ്കിള്. അതായത് ഇവിടുന്ന് 1 2 3 4 നാലാമതായിട്ടാണ് ഇരിക്കുന്നതിൽ. ആ തൊപ്പി വെച്ച അങ്കിളിൽ നിന്ന് അദ്ദേഹത്തെ 1 ആയിട്ട് കൊണ്ടുപോയത് 1 2 3 4 ആയിട്ട് ഇരിക്കുമ്പോൾ ആ നാലാമതിരിക്കുന്ന ആൾ കണ്ടമാനം സിഗരറ്റ് വലിക്കുന്ന എന്തിനെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. എന്തിനാണ് അങ്കിളെ ഈ ശ്വാസകോശ രോഗങ്ങളും ഹാർട്ടിന് ബ്ലോക്കും ലീക്കും ഒക്കെ വയ്ക്കുന്നത്? എൻ്റെ പൊന്നങ്കിളെ, ആ നേരം അങ്കിൾ നാണ്ട് അപ്പുറത്തെ കടയിൽ നിന്ന് 2 ഏത്തപ്പഴം മാറ്റി കഴിക്കാം അങ്കിളെ. 19 രൂപയുള്ള കേട്ടോ. ഓണം കഴിയുമ്പോൾ വിലയും കുറയും കേട്ടോ.
അപ്പുറത്തിരിക്കുന്ന അങ്കിൾ പാവം, ഒരു വെരിക്കോസ് വെയിൻ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വിട്ട് തൻ്റെ കാല് സുഖപ്പെടുത്താം. എത്രയും വേഗം തൻ്റെ മകളെയും കൂടെ വിവാഹം കഴിപ്പിച്ചയക്കാനും കൂടെ ഒരു താല്പര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ഇവരെ കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പ്രത്യേകിച്ച് ആ ലുങ്കി കൊടുത്ത് ആ കുറ്റിത്താടിയുള്ള ആളിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ പ്രേക്ഷകർ. തിരുമല ജംഗ്ഷനിൽ വരികയാണെങ്കിൽ അയാളുടെ പിടിയിലൊന്നും അകപ്പെടല്ല, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ദാഹിക്കുമ്പോഴല്ല വെള്ളം കൊടുക്കണ്ടേ, ഒരു വീഡിയോ കാണിക്കേണ്ട സമയത്തല്ല കാണിക്കുന്നത്. ഇവരൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് ഏതോ ഒരു അപ്പച്ച ഉണ്ടായിരുന്നു പറഞ്ഞ് കാണിച്ചിട്ട് പ്രേക്ഷകർക്ക് വല്ല ഗുണമുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെയാണ്. പരീക്ഷ കഴിഞ്ഞിട്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് മുമ്പേ ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരാൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ വ്യക്തി അറിഞ്ഞില്ലേ, 10 മാസം ഉണ്ടായിരുന്നു അറിഞ്ഞില്ലേ, അവരൊരു പിതാവാകുമ്പോൾ അമ്മയാകുമ്പോൾ ആ നേരത്തെ ഉടുപ്പം തയ്ക്കാത്ത. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ഒരു ചെയ്യേണ്ട സമയമുണ്ട്, ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. എന്തായിരുന്നാലും ഒരു വിഷയം തുടങ്ങി അവർ വെച്ചിട്ടുണ്ട്. ഇതാ ആ പുള്ളിക്കാരൻ പോവുകയാണ്. എന്തായാലും മറുപടി അത് അദ്ദേഹം എന്തൊക്കെയോ പിന്നെ അപ്പോൾ അതിൻ്റെ മറുപടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചരിത്രം വരുമ്പോൾ മാത്രം മറ്റ് പല ആളുകളെയും പല രാജാക്കന്മാരെയും ജനിപ്പിച്ചു. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് ആരാണ്? ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. ജീസസ് ക്രൈസ്റ്റ് വചനം ജഡമായി തീർന്നതാണ്. അപ്പം മറിയാരാണ്? ഭൗതികമായിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ മദറാണ്. അപ്പം മറിയയ്ക്കൊരു പിതാവ് മാതാവും വേണം, പക്ഷേ ജീസസ് ക്രൈസ്റ്റിന് എന്ത് വേണ്ട? പിതാവ് മാതാവും വേണ്ട. ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെന്താണ്, ജീസസ് ക്രൈസ്റ്റ് എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ അദ്ദേഹം ജനിച്ചു എന്നാണ് വായിക്കുന്നത്. ഇതാ അങ്കിൾ ഇതാ പോകുന്നു. അപ്പം ട്രോളിംഗ് ആണ് മറുപടി. പക്ഷേ നമുക്ക് നല്ലതായ രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തിൽ ഡിബേറ്റിനൊക്കെ പങ്കെടുക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുടെ ബഹുമാനിക്കണം. അതാ പോവുകയാണ്. KL01D E9587 ആണ് വണ്ടിയുടെ നമ്പർ. വേണമെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്തു കേട്ടോ. എവിടെയെങ്കിലും ഈസ്റ്റോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഓണർ പുള്ളിയാണെന്ന് അറിയാമല്ലോ. വേണമെങ്കിൽ അവിടെ ഒരു ട്രാക്റ്റൊക്കെ വെച്ചോളൂ കേട്ടോ. സുവിശേഷ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. വേണമെങ്കിൽ ഒരു ട്രാക്റ്റോ ഒരു ആൻറ്റി ഇസ്ലാമിക് നോട്ടീസോ എന്തെങ്കിലും വേണമെങ്കിൽ ആ സ്കൂട്ടറിൻ്റെ പുറത്ത് ആ വണ്ടിയുടെ നമ്പർ മറന്നുപോയല്ലോ കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഏകദേശം ഒരു എത്രാമത്തെ 16:51, അതായത് ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് 17 മിനിറ്റായി. ഒരു 16നും 17നും ഇടയ്ക്കുള്ള സമയത്ത് നോക്കിയാൽ മതി, വണ്ടിയുടെ നമ്പറും കിട്ടും. എല്ലാം തെളിവ് സഹിതം. നമ്മൾ കോടതിയിലെ പറയും യുവർ ഓണർ നമ്മൾ തെളിവ് സഹിതം പറയും. നമ്മൾ തെളിവില്ലാതെ കഴിവതും മനസ്സിലായില്ലേ. ചിലത് തെളിവ് വേണ്ട. എന്തായാലും ഇത് പ്രേക്ഷകർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചരിത്രം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ജീസസ് ക്രൈസ്റ്റ് ജനിച്ചു എന്നാണ് വായിക്കുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരാളുടെ സഹായത്തിൻ്റെ പിന്നെന്താണ്, അതായത് ഒരു പിതാവിൻ്റെ, ഭൗതികമായൊരു പിതാവിൻ്റെ, ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണ മനുഷ്യനും എന്താണ് പൂർണ്ണ ദൈവമാണ്. അപ്പോൾ പൂർണ്ണ ദൈവം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്തില്ല? ഒരു പിതാവ് ആവശ്യമില്ല. ക്രൈസ്റ്റ് ഈസ് ഓവറാൾഡ് എറ്റേണലി ബ്ലസ്ഡ് ഗോഡ്. അവൻ സകലത്തിന് മീതെയുള്ള ദൈവം എന്നേക്കും വാഴ്ത്തോട്ടവൻ. പിന്നെ മറ്റൊരു തിരുവഴുത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന് പിതാവില്ല, മാതാവില്ല, ജീവ ആരംഭമില്ല, ജീവ അവസാനമില്ല, വംശാവലി ഇല്ലെന്നുള്ള അർത്ഥത്തിൽ. അതിൻ്റെ ഓർഡറിന് എടുത്ത് വായിച്ചോളൂ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് കറക്റ്റ് മറുപടി എന്നുള്ള അർത്ഥത്തിൽ ഒരു തീർച്ചയായിട്ടും എന്താണ് ഒരു റെഫറൻസ് സഹിതമാണ് പറയുന്നത്. ഫോർ ബുധൻ യു ഹാൻ കാൾഡ് ടു ലിബർട്ടി. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഈ മാത്യു 1 തൊട്ട് തുടങ്ങി അങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്കും ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനാണ് അല്ലേ? പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനാണ് അല്ലേ? അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ആളിന് ഒരു ഉത്തരം എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ജൂദാസ് ബിഗോട്ട് ഫെറസ് ആൻഡ് സെറ ഓഫ് താമർ ആൻഡ് ഫെറസ് ബിഗോട്ട് എസ്രോ. അങ്ങനെ പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഹിന്ദിയും അതുപോലെ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ മലയാളവും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ചരിത്രം വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഫോർ ബുധൻ യു ഹാവ് കാൾഡ് ടു ലിബർട്ടി. നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്, ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണ മനുഷ്യനും നാം പിന്നെയും എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം എബോവ് ദ ഫാദർ ഓഫ് ലൈഫ്സ് ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് ടു എൻജോയ്. ഫോർ ബുധൻ യു ഹാവ് കാൾഡ് ടു ലിബർട്ടി ആസ് ഫ്രീ പീസ്. ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല, അങ്ങനെ ഒരു മനസ്സിലായില്ലേ, പൂർണ്ണ ദൈവം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് പിതാവിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഭൗതികമായൊരു പിതാവിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതിൻ്റെ ആ തിരുമല ജംഗ്ഷനിൽ കുറച്ചു നേരം നടന്ന സംഭാഷണത്തിൻ്റെ ഉത്തരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആൻഡ് ഒസിയാസ് ബിഗോട്ട് ജോധാം ആൻഡ് ജോധാം ബിഗോട്ട് ആകാസ് ആൻഡ് ആകാസ് ബിഗോട്ട് എസിക്കാസ് എന്ന് പറഞ്ഞ് പിന്നെ 10, 11, 12 അങ്ങനെ പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ചരിത്രം വരുമ്പോൾ എന്താണ് കാണുന്നത്? ജീസസ് ക്രൈസ്റ്റിൻ്റെ ചരിത്രം വരുമ്പോൾ എന്താണ്? ആൻഡ് ജേക്കബ് ബിഗോട്ട് ജോസഫ് ദി ഹസ്ബൻഡ് ഓഫ് മേരി ഹൂം വാസ് ബോൺ ജീസസ് ഹൂ ഈസ് കാൾഡ് ക്രൈസ്റ്റ്. എന്താണ് വാസ് ബോൺ ജീസസ് എന്നാണ് വായിക്കുന്നത്? മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ആരും ജനിപ്പിച്ചു എന്നല്ല അവിടെ വായിക്കുന്നത്. വാസ് ബോൺ ജീസസ് എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. കാരണം ജീസസ് ക്രൈസ്റ്റ് എന്താണ് അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്നാണ് വായിക്കുന്നത്.
അപ്പോൾ അതിന് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. എന്തിനാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിന്നെ സ്വർഗ്ഗാരോഹണം ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയിലേക്ക് ഇനി മടങ്ങി വരും. 1000 വർഷക്കാലം ക്രൈസ്റ്റ് ജീസസിൻ്റെ ഒരു സൽഭരണം ഉണ്ടാകും. അതായത് സമ്പൽ സമൃദ്ധമായ ഭരണം. ഒരു രാജാവ് നീതിയോടുകൂടി വാഴും. അപ്പം മനുഷ്യൻ്റെ ആയുസ്സൊക്കെ അന്ന് വർദ്ധിക്കും, ആയുർദൈർഘ്യം വർദ്ധിക്കും, സൂര്യൻ്റെ ചന്ദ്രൻ്റെ പ്രകാശം വർദ്ധിക്കും, ഇന്നുള്ളതുപോലത്തെ മാരരോഗങ്ങളും തീരാവ്യാധികളും ഒക്കെ മാറും. ഏതൻ തോട്ടത്തിൽ പണ്ടായിരുന്ന പോലെ മനുഷ്യൻ്റെ ആയുസ്സൊക്കെ വൃക്ഷങ്ങളുടെ ആയുസ് പോലെ ആവും. കാരണം ആദാമൊക്കെ 930 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. ആദ്യ മനുഷ്യനെ ആദാം. ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ചിരുന്ന ആൾ 969 മെതൂശലഹ് എന്നാണ് പറയുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ആയുസ്സായി മാറും. പിന്നീട് അതിനുശേഷം എന്തായാലും സബ്ജക്റ്റ് തുടങ്ങി തന്നതിന് താങ്ക്സ് കേട്ടോ. ഒരു സബ്ജക്റ്റ് ഇല്ലാതെ ആരുടെ ഇങ്ങനെ സംഭാഷിക്കുക ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ അങ്കിൾമാരൊരു വിഷയം തുടങ്ങി തന്നത്. അപ്പോൾ അതിന് ചുട്ട മറുപടി എന്നുള്ള നമ്മൾ കനലിൽ ചുട്ട മറുപടി, നമ്മൾ ഈ ചക്കക്കുരുവൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചുട്ട മറുപടി കൊടുക്കും. അതുപോലെ ഉരുളക്കുപ്പേരി എന്ന് പറയത്തില്ല, അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ടടെ ഈ സമൂഹത്തിൽ. അപ്പോൾ അതിനുള്ള മറുപടി എന്തായാലും കേട്ടോളൂ. അങ്ങനെ വന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനറേഷനെക്കുറിച്ച് പിന്നീട് പറയുന്നു. എങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ഭൗതിക മാതാവ് അല്ലെങ്കിൽ മേരി, മനസ്സിലാകുന്നുണ്ട്. ആ മേരിയുടെ മറ്റ് ഹിസ്റ്ററി, അതുപോലെ ജോസഫിനെയും മേരിയെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. 20 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഇസ്ലാമിക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ജീസസ് ക്രൈസ്റ്റിനെയും മറിയം ദുഷിക്കാൻ അവിടെ വരട്ടെ. ആദ്യം പിന്നെ ഞാൻ ഒരു ആൻറ്റി ഇസ്ലാമിസ്റ്റാണ്. ധാരാളം വീഡിയോസ് ആൻറ്റി ഇസ്ലാമിക് വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട്. അതുപോലെ സനാതന ധർമ്മത്തെയും ധാരാളം വിമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, സംശയമുള്ളവർക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തുടങ്ങാൻ കാരണം അങ്ങനെ ഒരു വിമർശനം, ഒരു ട്രോളിങ് വന്നതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ചൊരു ട്രോളിങ്ങിന് പകരം എന്താണ് ആൻറ്റി ട്രോളിങ്, പാമ്പിന് പകരം ഒരു കീരി അല്ലെങ്കിൽ ഒരു പരുന്ത് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ ആ ഫോട്ടോയിൽ കാണിച്ചു തന്ന ആളുകളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് എന്താണ് ബിവെയർ ഓഫ് ചെയ്തോണം, ഒന്ന് സൂക്ഷിച്ച് സോപ്പിട്ടങ്ങ് നിൽക്കും കേട്ടോ. ഉഴുന്നുവടയും ചായയും തരികയാണെങ്കിൽ എൻ്റെ പൊന്നങ്കളെ വേണ്ടെന്ന് നമുക്ക് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതി. ചില ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് വണ്ടിയുടെ നമ്പർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണം. ഈ വണ്ടിയുടെ നമ്പർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒരു ട്രാക്റ്റോ ഒരു സുവിശേഷ പ്രതിയോ ആ വണ്ടിക്കകത്തും വച്ചേക്കണം. സുവിശേഷം പറയുന്നവർക്ക് ഗോസ്പൽ ഓർക്കേഴ്സിനൊക്കെ പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഒരു സഹായം കൂടെയാണ്. ഫോർ ബദനി ഹോൻ കാൾഡൻ ലിബർട്ടി. അതിൻ്റെ 25 വായിക്കുമ്പോൾ ആൻഡ് ന്യൂ ഹർ നോട്ട് ടിൽ ഷീ ഹാഡ് ബ്രോട്ട് ഫോർത്ത് ഹെർ ഫസ്റ്റ് സൺ ആൻഡ് ഹി കാൾഡ് ഹിസ് നെയിം ജീസസ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ അതാണ് എനിക്ക് അവരോട് പറയാനുള്ള ഉത്തരം. എന്തിനാണ് ജീസസ് ക്രൈസ്റ്റ് വന്നത്? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാനും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പക്ഷപാതം ചെയ്യുവാനും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ജീസസ് ക്രൈസ്റ്റ് രണ്ടാമതും വരുന്നു. അതുപോലെ തന്നെ നമ്മളെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. ഇനി അദ്ദേഹം ഈ ഈവിൾ വേൾഡിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കും. ഹൂ വിൽ സേവ് അസ് ഫ്രം ദിസ് ഈവിൾ വേൾഡ്. നമ്മുടെ ഭാഷ പറഞ്ഞ ഹൂ വിൽ സേവ് അസ് ഫ്രം ദിസ് ഈവിൾ വേൾഡ് എന്താണ്? ഫോർ ബദനി ഹോൻ കാൾവർട്ടി എന്താണ്? സേവ് അസ് ഹൂ വിൽ സേവ് അസ് ഫ്രം ദിസ് ഈവിൾ വേൾഡ് ഫോർ എന്താണ്? ഫോർ ബദനി ഹോൻ കാൾഡൻ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് എ വെരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം അബൌട്ട് ദ ഫാദർ പ്ലേസ്. അപ്പം ജീസസ് ക്രൈസ്റ്റ് ഹൂ വിൽ സേവ് ആസ് ഫ്രം ദിസ് ഈവിൾ വേൾഡ് എന്താണ്? ഫോർ എവർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. God is not the other confusion but of peace. Stand fast therefore in the liberty of the Christ as made us free and be not entangled again with the yoke of bondage. Living God who gives richly all things enjoy. അപ്പം war a good warfare holding faith and good conscience. അപ്പോൾ എന്താണ്? Praise the Lord God Jesus Christ who died for us and is risen us on the third day for us. പിന്നെ അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് ചെയ്ത് എന്താണ്? പിന്നെ who ascended to heavens of heavens. പിന്നെ അതുപോലെ തന്നെ who makes intercession for us. അതുപോലെ തന്നെ ഹൂ ഈസ് കമ്മിങ് അഗെയിൻ സൂൺ ടു സേവ് അസ് ഫ്രം ദിസ് ഈവിൾ വേൾഡ് ഫോർ എവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഹൂ വിൽ റൂൾ ദിസ് വേൾഡ് 1000 years ആൻഡ് ഫോർ എന്താണ് എവർ മോർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. ആൻഡ് വി വിൽ റൂൾ വിത്ത് ഹിം ബൈ എന്താണ് ഗ്രേസ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ എന്നെ കേൾക്കുന്ന ഇസ്ലാമിക സഹോദരന്മാർ ജീസസ് ക്രൈസ്റ്റിനെ നിഷേധിക്കാൻ വരുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജീസസ് ക്രൈസ്റ്റ് ആരാണെന്ന് പറയുക. അപ്പം ഞാൻ ഒരു യൂട്യൂബറാണ്, ഫേസ്ബുക്കറാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോയിൽ ഈ മനുഷ്യരെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സുവിശേഷ പ്രവർത്തകർക്ക് നോട്ട് ചെയ്യുക. ഒരു ട്രാക്റ്റ് ആ വണ്ടിയുടെ നമ്പറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയുടെ ഏകദേശം 16-നും 17-നും ഇടയ്ക്കുള്ള മിനിറ്റിലാണത് പറഞ്ഞിട്ടുള്ളത്. ആ പറയപ്പെട്ട മനുഷ്യർ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഉടായ്പ പോലെ കാണിച്ചിട്ട് മറിയയുടെ ഗർഭത്തെ നിഷേധിക്കുന്നതും അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് നിഷേധിക്കുന്നതാണ് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവും കൂടെ ഞാൻ എന്ത് ചെയ്തു? ഞാനൊക്കെ ഡിബേറ്റിനൊക്കെ ഇങ്ങനെ കേട്ട് പങ്കെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാദപ്രതിവാദം സ്നേഹ സംവാദം എന്നൊക്കെ കേട്ട് അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് പ്രത്യേകിച്ച് റെഫറൻസ് ചെയ്യേണ്ട കാര്യമില്ല, ആൾറെഡി പ്രിപ്പയർഡാണ്.
പിന്നെ സനാതന ധർമ്മത്തെയും, അതായത് ഹിന്ദു മതത്തെ, ബ്രാഹ്മണന്മാർ വരുമ്പോൾ ക്ഷത്രിയന്മാർ എത്ര അടി മാറി കിടക്കണം, അതെല്ലാം നമ്മൾ ആൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേറെ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി ആൾറെഡി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉത്തരം. ആൻഡ് ന്യൂ ഹർ നോട്ട് ടിൽ ഷി ഹാഡ് ബ്രോട്ട് ഫോർ ഹെർ ഫസ്റ്റ് ബോൺ സൺ ആൻഡ് ഹി കാൾഡ് ഹിസ് നെയിം ജീസസ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ ലോർഡും കർത്താവ് അംഗീകരിച്ച് ജീസസ് ക്രൈസ്റ്റിൻ്റെ നെയിമിൽ കൃപയാൽ ബാപ്റ്റിസം സ്വീകരിച്ച് ക്രൈസ്റ്റ് ജീസസിന് കൃപയാൽ ഒരു കൂട്ടായ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, തീർച്ചയായിട്ടും പിന്നെ ഒരു സാൽവേഷൻ നിങ്ങൾക്ക് അവിടെ പ്രാപിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ സമയം പാഴാക്കാതെ, സമയം എന്ത് ചെയ്യരുത്, സമയം പാഴാക്കരുത്. കാരണം ടൈം ഈസ് പ്രഷ്യസ്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഉന്നയിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ ഉന്നയിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഉത്തരം, മനസ്സിലായില്ലേ? മാത്രമല്ല, ജീസസ് ക്രൈസ്റ്റിനെ നിഷേധിക്കാൻ വരുന്നതിന് മുമ്പേ ആദ്യം നിങ്ങളുടെ മതത്തിലെ മുഹമ്മദിന് എത്ര ഭാര്യമാരുണ്ടെന്ന് ആദ്യം പോയി ചിന്തിച്ചു. പുള്ളിക്ക് 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ള ഐഷയെ വിവാഹം കഴിച്ചത് എന്താ നിങ്ങൾ കണ്ടില്ലേ? എന്താ കാര്യം, കണ്ണിന് കാഴ്ചയില്ലടാ. ഫോർ ബദനി ഹോൻ കാണ്ടറിനെ പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തല്ല ഒരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയല്ല. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വോട്ട് ബാങ്ക് വേണ്ട, BJPയോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരാരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ഇരിക്കുന്നത്. അനീതി എവിടെ കണ്ടാലും, അത് റെയിൽവേ പോലീസ് അപ്പനാവാൻ പ്രായമുള്ള ഒരാളിനെ ഇടപെടാന്ന് വിളിച്ചാലും തീർച്ചയായിട്ടും ഇടപെടും. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരെയോ എവിടെയെങ്കിലും ചൂഷണത്തിന് വിധേയമാകുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാൻ പൊന്നും പണവും വെള്ളിയും പവിഴവും വൈഡൂര്യവും മുത്തും മാണിക്കൊന്നുമില്ല. നമുക്ക് കൊടുക്കാനുള്ളത് കുറച്ച് ജ്ഞാനം, രക്ഷപ്പെടാനുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ സാൽവേഷൻ, തിയോളജി. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. അത് സ്വർണ്ണത്തിനേക്കാളും വെള്ളിയിനേക്കാളും, സ്വർണ്ണത്തിനും വെള്ളിക്കും ജീവനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ അതിന് സംസാരിക്കാൻ പറ്റുമോ, മനുഷ്യനെ പോലെ കാണാൻ പറ്റുമോ, മനുഷ്യനെ പോലെ കേൾക്കാൻ പറ്റുമോ? പക്ഷേ ക്രൈസ്റ്റ് ജീസസ് നമുക്ക് തന്നിരിക്കുന്ന വിസ്ഡം അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മുടെ ലൈഫിൽ അത് പല അപകടത്തിൽ നിന്നും, വരാൻ പോകുന്ന പല അപകടത്തിൽ നിന്നും, ഫ്യൂച്ചർ വേൾഡിൽ അപകടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ പറ്റും, നരകത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറ്റും. അതുപോലെ തന്നെ പലവിധമായ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫോട്ടോയിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആളുകളെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ അവരൊന്ന് എക്സ്പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 27 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 16-നും 17-നും ഇടയ്ക്കാണ് ആ വണ്ടിയുടെ നമ്പർ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ അങ്കിൾ ഒരു പിന്നെ കുറ്റി താടിയാണ്, ഒരു ലുങ്കി ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ മുഖം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും സിറ്റി കാണുവാണെങ്കിൽ അയാളുടെ ഉടായ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, രക്ഷപ്പെടുക. മനസ്സിലായി? നയത്തിൽ നിന്നിട്ട് ഉഴുന്നോടെയും ചായയൊക്കെ തിന്നിട്ട് മറിയും ജീസസ് ക്രൈസ്റ്റിനെ കുറ്റപ്പെടുത്തുന്നതാണ് പുള്ളിയുടെ രീതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പോൾ അതിന് പിന്നെ ഉരുളക്കുപ്പേരി എന്ന് പറയത്തില്ലേ, നമ്മൾ പറയത്തില്ലേ, ഉരുളക്കുപ്പേരി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് തക്ക ഉത്തരം, ചുട്ട മറുപടി, തർക്കുത്തരം അത് തന്നെ കൊടുക്കണം. നല്ല ട്രോളിങ്ങിന് പകരമായിട്ട് ആൻറ്റി ട്രോളിങ്ങാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മൾ വാൾ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, വടിവാൾ കൊണ്ടോ അല്ല ഉത്തരം കൊടുക്കുന്നത്. നമ്മൾ സ്നേഹം കൊണ്ട്, സ്നേഹ സംവാദം. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറാവുന്നു. എനിക്ക് വേറെ പ്രധാനമന്ത്രി ജൻ ഔഷധിയിൽ ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ഇതിൻ്റെ 2ാം ഭാഗം അവർ നാളെ അത് തന്നെ കണ്ടിന്യൂ ആണെങ്കിൽ എൻ്റെ 2ാം ഭാഗം. അപ്പോൾ എന്തായാലും എനിക്കൊരു സബ്ജക്റ്റ് തുടങ്ങി തന്നതിന് താങ്ക്സ്. ഇതിൻ്റെ 2ാം ഭാഗം നാളെ കാണാം. അപ്പോൾ എന്തായാലും ഒന്നും കൂടെ അവരെ ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണോ അവർ ചന്തയിലോ ഗിന്തയിലോ എവിടെയൊക്കെ പോയിട്ട് വീണ്ടും ഇതാ എന്ന് ചൊന്നൊക്കെയാണ്. അതിൽ ആ തൊപ്പി വെച്ച ആൾ വലിയോളയാണ് താമസിക്കുന്നത്. ജോണി എന്നാണ് പേര്. വലിയോള മൈത്രി നഗറിലാണ് താമസം. പണ്ടൊരു കടയുണ്ടായിരുന്നു. ഇടയ്ക്ക് ബൈപ്പാസ് സർജറിയും ഓപ്പൺ സർജറിയും കഴിഞ്ഞു. പാവം മനുഷ്യനാണ്. ബാക്കിയുള്ളവർ നമുക്കത്ര പിടിയില്ല, അതൊക്കെ മുസ്ലിംസാണ്. അതുകൊണ്ടെങ്കിലും ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും അവർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടുണ്ട്. ക്രൈസ്റ്റ് ജീസസ് ധാരാളമായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ വീഡിയോ നിർത്തുകയാണ്. കാരണം എനിക്ക് മദറിന് മെഡിസിൻ മേടിക്കാനായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് ആളുകൾ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ക്രൈസ്റ്റ് ജീസസ് ധാരാളമായി സഹായിക്കട്ടെ. ഒന്നുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ളവരുടെ കപട ഉത്തരങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളവരുടെ കപട ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആ കപട ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഫോർ ബദനി ഹോൻ കാണ്ടർ ഇത് പിന്നെ എന്തുണ്ടെങ്കിലും ശേഷം ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കില്ല, അവർക്ക് ഞാൻ ഇന്റർഫിയർ ചെയ്തു. ഞാൻ കണ്ടു. ശരി.
അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു അവിടെ ഇരിക്കുന്നത്. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊന്നുമില്ല. അത് ശരി, ഒന്നുമില്ല. പോകാനുള്ള പരിപാടിയിലേക്ക്. എവിടെ? വിശേഷങ്ങളൊക്കെ തീർന്നു. ഇവിടെ നമ്മുടെ ചർച്ച കഴിഞ്ഞ് പോയി പിരിഞ്ഞു. ചന്ത ചർച്ച അങ്ങനെ. ഓഹോ, ഇവിടെ വന്ന് ഇരുന്ന വിഷയങ്ങളെല്ലാം തീർത്തിട്ട് പോവുകയാണ്. ഇനി റെസ്റ്റാണ്. അനിയത്തി ഏതനിയത്തി? അനിയത്തി ഞാൻ പോട്ടെ അങ്ങളെ, അങ്ങളെ ഞാൻ തിരിക്കണം. 3 പേരുണ്ട്. എനിക്ക് വേണ്ട അങ്ങോട്ട് പോയിട്ട് തുടങ്ങിയതാണ്. പോയിട്ട് ഒരു കടയിൽ പോയിട്ട് വന്നിരിക്കും. പിന്നെ വേറെ വിശേഷം? ഇപ്പം വേറെ ഒരിടത്തും പിന്നെ വർക്കോ അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലും ഏതെങ്കിലും ട്യൂഷൻ സെൻ്ററിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുക. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ജോസ് ജെയിംസ്. അത് ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു യൂട്യൂബർ, ഞാൻ ഒരു ഫേസ്ബുക്ക് ഇവിടെ പറഞ്ഞത്. ഇവിടെ കണ്ടാലും ഇവിടെ ഉള്ള സംഭാഷണത്തിൽ ഇവർ മറിയെ കുറ്റം പറയുന്ന ആദ്യം ഭാര്യമാരെന്ന് ഞാൻ ഒരു ഇസ്ലാം വിമർശനം നമുക്ക് ആവശ്യം. അത് കിട്ടേണ്ടവൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഇത് വിമർശിച്ച് പൊടയും. അള്ളിയാൽ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ മാന്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചൊറിഞ്ഞാൽ മാന്തി പറയും. പാമ്പിൻ്റെ കളി എങ്ങാനും കാട്ടുപൂച്ചയുടെ കീരിയെടുത്താണ് ഫസ്റ്റ് കക്ഷി ചെന്നങ്ങ് ചൊറിഞ്ഞു കൊടുത്താൽ കുത്തി കൊടുത്താൽ ഉള്ളി ഇങ്ങനെ കീരിയെടുത്തോ കാട്ടുപൂച്ചയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും? ചെവി മടക്കി ആ പത്തിയിൽ തന്നെ ഒരൊറ്റ പേര്. അവർ പറയും എടാ എൻ്റെ പത്തി, ഇനി പത്തി വേണ്ട, ഇനി പത്തി നമ്മുടെ വയറ്റിരിക്കും, നാളെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പറഞ്ഞു. അപ്പം നമ്മളെ ഭക്ഷിക്കുമല്ലേ. പിന്നെ നമ്മുടെ ഭക്ഷണം നമ്മൾ പാമ്പ് ചെയ്തതിന് ജീവനെയാണ്. പിന്നെ ബാക്കി ആകാശത്തോടെ പറക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി ഞാൻ എനിക്ക് പ്രധാനമന്ത്രി ജൻ ഔഷധി അങ്ങോട്ട് പോണ്ടേ. അതിപ്പോൾ നമ്മുടെ നാടല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഇവരെ കണ്ടു. അപ്പോൾ അവരാദ്യം ജീസസ് ക്രൈസ്റ്റ് പൂർണ്ണതയും പൂർണ്ണ മനുഷ്യനായിരിക്കും, ചുമ്മാ ഇസ്ലാമികവാദം ഒന്നും വേണ്ട. ഞാൻ ഈ 5-6 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ സ്റ്റഡി റിസർച്ച് ആദ്യമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ കണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഖുറാൻ 9:5 ഖുറാനി എന്ന് പറയും. അപ്പോൾ എടാ മുസ്ലിങ്ങൾക്ക് അറിഞ്ഞു കൊടുത്തപ്പോൾ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത് നീണ്ട് 25 വർഷം പണ്ട് MM അക്ബറൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇന്നേക്ക് 25 വർഷം അവർ പഠിച്ചു. കോവിഡ് വന്ന സമയത്ത് നമുക്ക് ജോലിയും പോലും ഇല്ലാതെ ഇഡലിയും സാമ്പാറും തോന്നി ടെറസിന് കൊണ്ടിരിക്കും. നമ്മൾ പിന്നെ ചുമ്മാ ഇരിക്കുമെന്ന് വിചാരിച്ചോ. കുട്ടിത്തോണ്ടാനല്ല യൂട്യൂബ് കാണും. നമ്മളിതൊക്കെ പഠിച്ച പുസ്തകത്തിൽ എഴുതിയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ മെമ്മറിയൊക്കെ എപ്പോഴും ഫ്രീ ആക്കി ഒരേ നമ്മൾ റെഡി ആയിട്ടായിരിക്കും. അപ്പോഴും നമ്മുടെ വായിക്കാത്ത കുറേ അന്നം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കടിക്കാതെ പിന്നെ എന്ത് ചെയ്യും? സിംഹത്തിൻ്റെ മടയിൽ പോയിട്ട് എന്നെ ഒന്ന് കടിക്കുമെന്ന് പറഞ്ഞിട്ട് സിംഹം കടിച്ചു എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ കുറ്റമാണ്. അനീതി കണ്ടത് അല്ലെങ്കിൽ നമ്മൾ കേൾക്ക പറയില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് അങ്ങനെ പറയില്ല. അവരെ പിന്നെ തെറ്റായ സിദ്ധാന്തം എവിടെ മതി, അവിടെ മതി, ഇങ്ങോട്ട് വേണ്ട. ഏതവനാണെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കും, അവരെ ഇത് ഉൾപ്പെടെ. ഇനി എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും എവിടെ വെച്ച് അവരെ കണ്ടാലും തിരിച്ചറിയും. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത സംഭാഷണം ഇങ്ങോട്ട് വേണം. മരുന്ന് വാങ്ങിക്കാൻ പോകാൻ പോട്ടെ. എന്തായാലും കണ്ട അതെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ സൂക്ഷിച്ചു കഴിഞ്ഞു. ഒരു നയത്തിൽ അല്ല, ഇവർ നയത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ചായയും മടയും മേടിച്ചു വന്നിട്ട് ക്രൈസ്റ്റിനെയും മറിയും ദൂഷിച്ചോടും. എന്നിട്ട് പറയുമ്പോൾ ഇസ്ലാമാണ്. ഇതാണ് അവന്മാരെ പരിപാടി. ചെന്നും തല വെച്ച് കൊടുക്കും. ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പറ്റില്ല. അത് വേണ്ട. പിന്നെ ഞാൻ BD സതീശൻ്റെ ആളോ CPMൻ്റെ ആളോ BJPയുടെ ആളോ ഉള്ളതുപോലെ പറയും. എൻ്റെ വല്യമ്മേലും എനിക്ക് അവരെ വോട്ട് വേണ്ട. അത് ഇനിയും പറയും. അനീതി എവിടെ കണ്ടാലും പറയും. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ. ഞാൻ കേൾക്കാൻ പറയാം, എല്ലാം പറയില്ല. ഞാൻ കേൾക്കാൻ നോട്ട് ഇൻകംപ്ലീറ്റ് ആണ്. നമ്മളില്ലാത്തപ്പോൾ പറയുന്നതിന് നമ്മൾ സർവ്വജ്ഞാനിയാണ്. CCTV കൊണ്ടുവരുന്നത് ഞാൻ ഇരിക്കണം പറഞ്ഞാൽ എൻ്റെ മറുപടി കിട്ടിയിരിക്കും. ചുമ്മാ അതല്ല, ചില മരുമക്കൾ അമ്മാവിയമ്മയോട് കറക്റ്റ് ആൻസർ പറയും. ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കിട്ടൂലേ. നല്ലൊരു മരുമോൾ പോരും ഇവരെ കൊതുകും. ഞാൻ മരുമോൾക്കും അമ്മായിയമ്മയ്ക്ക് എതിരല്ല, പക്ഷെ നമ്മൾ തിന്മ എവിടെ കണ്ടാലും എതിർക്കണം. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് പറയണം.